പല യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടു. അതിൽ വേറെ കുറച്ച് ആൾക്കാരുടെ പേരിൽ കൂടെ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ പോലീസ് സൈബർ ഡിപ്പാർട്ട്മെന്റ് അല്ല നമ്മളിപ്പോ ഒന്നും ചോദിക്കാൻ പാടില്ല. ശിവശിവ നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃക്കൊടിത്താനം സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ടി വരും. ഒന്നാമതുള്ള ഫ്ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഇടങ്ങേറായിട്ടിരിക്കുകയാണ്. എനിക്ക് ഉടനെ ഒന്നും തൃക്കൊടിത്താനത്തോട് വരാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ അറസ്റ്റ് ഒക്കെ എന്റെ പൊന്നെ മാസമായിരിക്കും. എയർപോർട്ടിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കി. ധാരാ കൊച്ചു കളാ നമ്മുടെ സന്ദീപ് ഇടപ്പള്ളി ചേട്ടനല്ലേ ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ആദ്യം ഒരു വീഡിയോ എടുത്തിരുന്നു. വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് എന്താണ് എഡിറ്റിങ്ങിന് വന്നപ്പോഴാണ് അതിന് വോയിസ് ഇല്ല. ഇവിടെ വോയിസ് റെക്കോർഡ് ആയിട്ടില്ലടേ. എന്തൊരു കൂടോത്രമാണ്. ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച വീഡിയോ ആലോചിച്ച നമ്മുടെ ബിഷപ്പ് അമ്പലവയൽ നോബിൾ ഫീൽപ്പ് ഉണ്ടല്ലോ, പുള്ളിയുടെ വീഡിയോ ആണ്. അപ്പം എന്താണെന്നില്ല, കഴിഞ്ഞ ദിവസം ജൂഹി ചൗഹാൻ ആ പെടുമ്പള വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് എന്താണ് കൂടോത്രം പരിപാടിയൊക്കെ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വോയിസ് ഒക്കെ കട്ടായി പോവാന്ന് പറഞ്ഞാലല്ലേ, അതുകൊണ്ട് ദുഃഖമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിരുന്ന് എടുത്തതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഏക്കായാലും വിഷമിക്കേണ്ട. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് തന്നെ രേണുസുതി ആണോ ചോദിച്ചാൽ രേണുസുതി അല്ല. പക്ഷെ ബിഷപ്പ് ആണോ ചോദിച്ചാൽ ബിഷപ്പാണ്. രേണുസുതി അല്ലയോ എന്ന് ചോദിച്ചാൽ രേണുസുതി അല്ല. അപ്പം എന്താണൊക്കെ മനസ്സിലായല്ലേ? അങ്ങനെ തന്നെ. അപ്പൊ എന്താണെന്നൊക്കെയാണെങ്കിലും രാവിലെ ഇന്നലെ രാത്രി ഞാൻ താമസിച്ചാണ് ഉറങ്ങിയത്. അപ്പത്തേക്ക് അതിന്റെ ഇടയ്ക്ക് റീൽസ് ഇങ്ങനെ തോടുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ ബിഷപ്പ് കയറി വന്നടേ. ബിഷപ്പ് കയറി വന്നപ്പം നമ്മുടെ തൊട്ടടുക്ക് അതേ നിൽക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ സന്ദീപ് ഇടപ്പാള്. റീൽസ് ചെയ്യുന്ന സന്ദീപ് ഇടപ്പാളിനെ നിങ്ങൾക്ക് അറിയാലോ. എടാ മാസ് കൊല തൂക്കെടാ. അവരെ തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ, നമ്മുടെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ അറിയാലോ അല്ലെ, നമ്മുടെ രേണുസുതിയുടെ സ്വന്തം പോലീസ് സ്റ്റേഷൻ. അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഡാനി സത്യനും അതിലും ഒക്കെ കയറി ഇറങ്ങാറുണ്ടായിരുന്നു ഒരു വർഷത്തിന് മുന്നേ. അപ്പൊ അത് സെയിം പോലീസ് സ്റ്റേഷനിലെ സന്ദീപ് ഇടപ്പാളിനെ വീട്ടിൽ ചെന്ന് കൈവേലം കിട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിനകത്ത് മാസ് എൻട്രിക്ക് അതൊന്നും കണ്ടില്ല. കൊണ്ട് തൂക്കിയെടുത്ത് സെല്ലിൽ കൊണ്ടിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ തന്നെ വീഡിയോ ചെയ്തിരിക്കുന്നു. കുറെ യൂട്യൂബേഴ്സ് വളരെ മോശമായ രീതിയിൽ എന്നെയും എൻ്റെ വ്യക്തിജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഔദ്യോഗിക മിഷണറി ജീവിതത്തെയും മോശമാക്കുന്ന പല യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടു. അതിൽ വേറെ കുറച്ച് ആൾക്കാരുടെ പേരിൽ കൂടെ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ പോലീസ് സൈബർ ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ് ഇങ്ങനെ തൂക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ ഇപ്പൊ എന്തുമാത്രമൊക്കെ ചെയ്തത്. ഞാൻ ഇന്നലെ കൂടെ അളിയന്റെ 5ാമത്തെ എപ്പിസോഡ് കണ്ടതാണല്ലോ. നല്ല അടിപൊളി ഒരു കഥ പുള്ളി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സിനിമ, അടിപൊളി ത്രില്ലർ, നമ്മുടെ മമ്മൂട്ടിയൊക്കെ വെച്ച് അഭിനയിക്കാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ കടങ്കാവലൊന്നുമല്ല അമ്മാതിരി സൈസ്, അതിന്റെ ഒരു വേറൊരു വേർഷൻ ഒരു കഥ പുള്ളി പറയുന്നുണ്ട്. അപ്പൊ 5 എപ്പിസോഡ് വരെ ഞാൻ ഇന്നലെ കണ്ടതാണ്. അപ്പം എന്തിനാണ് അപ്പൊ അതിനകത്ത് പറയുന്നത് ബ്ലോഗിലൂടെ അച്ഛനെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് പേരോ കാര്യങ്ങളോ അച്ഛൻ്റെ ഒന്നും അല്ല പറയുന്നത്, വേറെ ഏതാണ്ട് ഒരു പുള്ളിയുടെ പേരൊക്കെയാണ് പറയുന്നത്. അതുമല്ല, ഈ കഥ തുടങ്ങിയപ്പോൾ തന്നെ സന്ദീപ് ഇടപ്പാൾ പറയുന്നുണ്ടായിരുന്നു ഈ കഥയിലെ കഥാപാത്രങ്ങളുമായിട്ട് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോട് യാതൊരു ബന്ധവുമില്ല, ഇത് തികച്ചും സാങ്കല്പികമാണെന്ന് പറഞ്ഞാണ് നമുക്ക് ഈ അഞ്ച് എപ്പിസോഡ് കഥ പറഞ്ഞു തന്നത്. അടിപൊളി കഥയായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ സസ്പെൻസ് ത്രില്ലർ കഥയായിരുന്നു. ഞാനും കണ്ടിരുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കഥയിലൊക്കെ പ്രകോപിതനായിട്ടാണ് നമ്മുടെ ബിഷപ്പ് ഇപ്പം എന്താണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിലേക്കൊക്കെ വരും മുമ്പ് കേസും കാര്യങ്ങളും FIR ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഇടയ്ക്ക് ഇത് മാത്രമല്ല മറ്റു ബ്ലോഗേഴ്സും നിരീക്ഷണത്തിലാണ് എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം വിശദമായിട്ട് ഈ വീഡിയോയിലോട്ട് നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. ഞാൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താം. അതിற்கு മുന്നാടിയായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം ഇനി അങ്ങോട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് പൊളിച്ചെടുക്കണ്ടേ നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ. അപ്പം അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് കൊടുക്കുക. ലൈക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്. കൊടുക്കടേ എന്തുവാണ്, നീ മറ്റുള്ളവരുടെ ബ്ലോഗേഴ്സിനെല്ലാം കൊണ്ട് കൊടുക്കും. എനിക്കൊരു കുന്തവും തരത്തില്ല. എനിക്ക് ഈ തവണ എനിക്ക് തന്നേ പറ്റുള്ളൂ, എന്നല്ലേ 10 പേരിലോട്ട് വീഡിയോ എത്തുള്ളൂ. അങ്ങനല്ലേ നമുക്ക് ഒരു കേസും കാര്യങ്ങളും വള്ളിയൊക്കെ വരുള്ളൂ. അപ്പൊ ഓക്കെ, അങ്ങനെ അത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ, ആ കമന്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുതേ പ്ലീസ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വേണം. കാരണം നമ്മളും കുറച്ച് ദിവസമായിട്ട് ഈ അച്ഛനെ നമ്മളൊന്നും തലോടി വിടുന്നുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴേ ഉടലോടെ ഇവിടുന്നേ തൂക്കിക്കൊണ്ട് പോകുമായിരുന്നു. നന്നായിരിക്കല്ല അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പൊ ആയാലും ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇതിന്റെ ബാക്കി സോഴ്സ് വിവരങ്ങളൊക്കെ അറിയാൻ ഇങ്ങനെ ഓർത്തോർന്നിരുന്നപ്പോഴാണ് രേണുവിന്റെ പ്രൊഫൈലിൽ കയറി ഞാൻ ഒന്ന് നോക്കി കേട്ടോ ഗൈസ്. രേണു ഇപ്പൊ ഇങ്ങനെ വയ്യാണ്ടൊക്കെ കിടക്കുവല്ലേ, ഇപ്പൊ അങ്ങനെ അധികം വീഡിയോയും കാര്യങ്ങളും ഒന്നും വരുന്നില്ല, ആക്റ്റീവ് അല്ല. പക്ഷെ ഇന്നലെ പുള്ളിക്കാരി ആക്റ്റീവായിരുന്നു സീരിയസ്ലി. അപ്പം അസുഖവും കാര്യങ്ങളൊന്നും ഇല്ല, ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല. നേരത്തെ എന്താണ് പറഞ്ഞു, ഡോക്ടേഴ്സ് അത് പറഞ്ഞു ഇത് പറഞ്ഞു, എനിക്ക് ഫോൺ തരുന്നില്ല, ചേച്ചി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണെങ്കിലും രേണുവിന്റെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോ ഞാൻ ആ നഗ്നമായ സത്യം അറിഞ്ഞു ഗൈസ്. ആ സത്യം നിങ്ങളെയും കൂടെ എന്താണെങ്കിലും ചൂടോടെ അറിയിക്കാം. അപ്പൊ ധാരാ കൊച്ചു കള്ളാ നമ്മുടെ സന്ദീപ് ഇടപ്പള്ളി ചേട്ടനല്ലേ ധാരാണ് ഷൂട്ട് ചെയ്ത് നീലക്കോയിലിനെക്കാളും അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത് നല്ല മാസ് അണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ കേട്ടോ അവിടെ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയം പാതിരാത്രിയാന്ന് തോന്നുന്നു. പാതിരാത്രിയിലും വന്ന് ഈ സന്ദീപ് ഇടപ്പാളിന്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്തുതരം ആത്മബന്ധമായിരിക്കും ബിഷപ്പും ഇപ്പം രേണുസുതിയും തമ്മിലാണ് തമ്മിലെന്ന് നമുക്ക് പറയാലോ. പക്ഷെ ഒരു 5-6 മാസത്തിന് പുറകോട്ട് പോവുകയാണെങ്കിൽ, പ്രീവിയസ് ഹിസ്റ്ററി എടുക്കുവാണെങ്കിൽ ഇതേ
സ്റ്റേഷനിൽ തന്നെയല്ലേ നമ്മുടെ ബിഷപ്പ് രേണുസുതിക്കും നമ്മുടെ സജനയ്ക്കും പിന്നെ എന്താണ് ശ്രീതുവിനുമെതിരെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അതെന്താണോ ഇവരെല്ലാം കൂടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് വന്നിട്ട് ബിഷപ്പിനെ വിഷപ്പാമ്പെന്നോ രാജകൊമ്പാലയെന്നോ വിഷമില്ലാത്ത പാമ്പെന്നോ ചേരപ്പാമ്പെന്നോ അങ്ങനെ എന്തൊക്കെയോ വിളിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്ത് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് ഓർമ്മയില്ലേ? ഞാൻ ഓർക്കുന്നു ഗൈസ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ സമയത്തൊക്കെ ഒരു 5-6 മാസം മുന്നേ ഞാനൊരു വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് രേണുസുതിയുടെ എന്തൊരു വീഡിയോസ് ഇട്ടാലും ആദ്യം വരുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു, അത് വേറെ അറിയാല, അത് നമ്മുടെ ബിഷപ്പിന്റെ തന്നെയാ. ബിഷപ്പ് ഇങ്ങനെ ഒരു കുരിശുമാലയൊക്കെ പിടിച്ചോണ്ട് വന്ന 2-3 ലവ് ചിഹ്നത്തിന്റെ എമോജിയും സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്നു. ഞാനിപ്പോ തപ്പി നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു വീഡിയോയിൽ മാത്രമേ എനിക്ക് ആ കമന്റ് കാണാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്തോ അച്ചോ? ഇതായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചത്തെ പരിപാടി. എല്ലാവരെയും ഇതിനകത്തൊന്ന് ഡിലീറ്റ് ചെയ്തോ? വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു ബിഷപ്പിന്റെ ഒരു മെസ്സേജ് മാത്രം കാണാൻ പറ്റി. പക്ഷെ ഒന്നുമല്ല, ഒരു 6-7 എന്റെ വീഡിയോസിലും ബിഷപ്പ് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കമന്റ് പുള്ളിയുടെ തന്നെ ആയിരുന്നു. അപ്പം അതൊക്കെ ഒരു കാലം എന്തൊക്കെയായിരുന്നു. അമ്പും വില്ലും മാലപ്പുറം കത്തി ശവനായി പവമായി. ഇപ്പം നമ്മുടെ പേരിലും കൂടെ കേസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു. വരുന്നതെല്ലാം വരട്ടെ. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തങ്കച്ചൻ ചേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മാസായിട്ട് നല്ല നീലക്കുയിൽ എടുക്കും. ഇതുപോലെ നീലക്കുയിൽ എടുക്കത്തില്ല, ഇതുപോലെ നീലക്കുയിനേക്കാൾ അടിപൊളിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ. പണ്ടൊക്കെ തങ്കച്ചൻ ചേട്ടൻ ഒരു വരവുണ്ടായിരുന്നു മെയിൻ സ്ട്രീം മീഡിയയുടെ മുന്നില്. നമ്മുടെ എന്താണ് ഫിറോസിക്ക വെച്ച് കൊടുത്ത ഇതൊക്കെ ഇടിച്ചു പൊളിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അതൊക്കെ മിസ്സാവുന്നുണ്ട് കേട്ടോ. സീരിയസ്ലി പറയണേ, മിസ്സാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സീൻ കണ്ട് നമുക്ക് തൃപ്തിപ്പെടാം എന്ന് മാത്രമേ നമുക്ക് പറയാവുള്ളൂ. അപ്പൊ ശരി, അപ്പൊ അടുത്തത് രേണു വേണ്ടേ അടിപൊളിയായിട്ട് മാസൊക്കെ ഇട്ടിട്ട് തമ്മനൊക്കെ വെച്ചിട്ടുള്ള രേണുവിനെയും ബിഷപ്പിനെയും അധിക്ഷേപിച്ച യൂട്യൂബർ സന്ദീപ് അറസ്റ്റിൽ. അതിലെങ്ങനെയാണ് രേണുസുതിയെ അധിക്ഷേപിച്ചതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം നമുക്ക് രേണുസുതിയുടെ ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് തോന്നിയ കുറച്ച് സംശയങ്ങൾ മാത്രം പുള്ളിയും ചോദിച്ചു. നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ പുള്ളിയും ചോദിച്ചു. പിന്നെ ക്യാൻസർ പേഷ്യൻ അത് ഞാനും ചോദിച്ചപ്പോഴത്തേക്ക് 2-3 ലക്ഷം പേര് കണ്ടതായിരുന്നു കേട്ടോ എന്റെ ചോദ്യങ്ങളും കൂടെ. അപ്പം അതൊക്കെയാണ്, അത് ഇയാളും ചെയ്തിട്ടുണ്ട്. അതിനുപരി എനിക്കൊന്നും തോന്നിയിട്ടില്ല. അല്ലാതെ അല്ല, ഈ ബിഷപ്പിനെ പറയുമ്പോ ഇപ്പൊ എന്താണ് രേണുസുതിക്ക് ഇത്രയും പൊള്ളാൻ മാത്രം എന്താണ്? ഈ ഒരു 2 മാസത്തിനിടയ്ക്ക് കൂടോത്രം വെച്ച് രേണുസുതിയുടെ മനസ്സ് മാറ്റിയോ അച്ചോ? അല്ല, നമ്മളിപ്പോ ഒന്നും ചോദിക്കാൻ പാടില്ല. ശിവ നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃക്കൊടിത്താനം സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ടി വരും. ഒന്നാമത് ഇവിടെ ഫ്ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഇടങ്ങാറായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഉടനെ ഒന്നും തൃക്കൊടിത്താനത്തോട് വരാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ അറസ്റ്റ് ഒക്കെ എന്റെ പൊന്നെ മാസമായിരിക്കും. എയർപോർട്ടിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അടുത്തത് വൈദികനെ അപമാനിച്ച് യൂട്യൂബർ സന്ദീപ് ഇടപ്പാൾ അറസ്റ്റ്, ഷോക്കിംഗ് അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസുതി ഇട്ട് ഇതൊക്കെയാണ്. എന്താണേലും ഈ ഒരു ചാനൽ എന്താണ് അനീഷ് വ്ലോഗിന്റെ ചാനലിലൂടെയാണ് ഇത് മാസമായിട്ട് പുള്ളി പറഞ്ഞു പോയേക്കുന്നത്. അപ്പൊ കുറച്ച് മുന്നേയൊക്കെ ആയിട്ട് കുറച്ച് നാൾക്ക് മുന്നേ സന്ദീപ് അല്ല പോട്ടെ, നമ്മുടെ അനീഷ് വ്ലോഗ് എന്താണ് പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം. ചങ്ങായി ഞാൻ പറയട്ടെ, നമുക്ക് വിമർശിക്കാം, എല്ലാ കാര്യം നമുക്ക് വിമർശിക്കാൻ ഒരു ഇതുണ്ട്. പക്ഷെ എത്തിക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, പിന്നെ നമുക്ക് നിലപാടെന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ എപ്പോഴാണ് ബിഷപ്പിനെ എന്താണ് വിമർശിക്കാൻ തുടങ്ങിയത്? ഒരു രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന വ്യാജേന ഒരു പാവം പയ്യനെ, രേണുസുതിയുടെ ലൈഫ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇപ്പൊ എന്താണ്ട് ഒരു എൻഡിങ്ങിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഒരാളുടെ എൻഡിങ്ങും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചെറുക്കന്റെ, അതായത് കിച്ചുവിന്റെ ജീവിതം സ്റ്റാർട്ടിങ്ങും ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഒരു മീഡിയാസിന്റെ മുന്നിൽ വന്ന് മെയിൻ സ്ട്രീം മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് ഈ ബിഷപ്പ് തന്നെയല്ലേ ആ കൊച്ചിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞത്? ആ കൊച്ചിനെ വ്യക്തിഹിത ചെയ്യുന്ന രീതിക്ക് ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് മാസ് ഡയലോഗ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ ഈ ബിഷപ്പിനെ എടുക്കുന്നത്? നമുക്ക് ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ? നമുക്ക് ഇയാളെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താണ് കേസും കാര്യങ്ങളും കൊടുത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഇതെല്ലാത്തിനും ഒരു തുടക്കം മാത്രമാണ്. ഓരോന്നോരോന്നായിട്ട് പൊട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ബിഷപ്പിന് ഒരു ആവശ്യകതയും ഉണ്ടായിരുന്നില്ല. ഇനിയാണ് റിയൽ സംഭവം നടക്കാൻ പോകുന്നത്. അപ്പൊ ഇനി എല്ലാരും ഒന്ന് ഇളകും എന്ന് തോന്നുന്നു. ഇനിയൊക്കെയാണ് ഇത്രയായി, എന്നാ പിന്നെ എന്നാണേലും നനഞ്ഞു, ഇനി കുളിച്ചും കൂടെ ഇറങ്ങാമെന്നൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക വ്ലോഗേഴ്സിന്റെയും ഇതൊക്കെ. പിന്നെ അതുപോലെ ഡാനി ഉണ്ടോന്ന് അറിയത്തില്ല, അതിലും ബിച്ചു തന്നെയാണ് ഇത് ഓരോന്ന് തയ്ച്ചു വെച്ചിരുന്നത് കേട്ടോ. അവർക്കുള്ള പണി എന്നാണേലും വരുന്നുണ്ടെന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത്. നമുക്കുണ്ടോന്ന് അറിയത്തില്ല, നമ്മൾ ചെറിയ യൂട്യൂബേഴ്സ് അല്ലേ, ഇല്ല എന്ന് പ്രതീക്ഷിക്കാം. ഉണ്ടെങ്കിലും തിരക്കേടൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്, അതിന്റെ FIR സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്നാലും FIR വായിച്ചിട്ട് വേറെ 2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. നമ്പർ 0944/2026 സന്ദീപ് വേലായുധൻ എന്ന് പറഞ്ഞുകൊണ്ട് സംഭവമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഇൻഫർമേഷൻ FIRന്റെ ഉള്ളടക്കം: പ്രതിക്ക് ആവലാതിക്കാരനെ വ്യക്തിഹത്യ ചെയ്യണം, മാനഹാനി വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി റേറ റീൽസ് എന്ന യൂട്യൂബർ ചാനൽ വഴി 13/7/2026 തീയതി മുതൽ ആവലാതിക്കാരനെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെ മുന്നിൽ അപഹാസ്യപ്പെടുത്തുകയും വിധത്തിൽ മോശമായി ചിത്രീകരിച്ച് ആവലാതിക്കാരന്റെ തിരുവസ്ത്രം
തിരുവസ്ത്രം അണിഞ്ഞ ഫോട്ടോ സമൂഹത്തിൽ കൂടി പ്രചരിപ്പിച്ച ആവലാതിക്കാരൻ സഹോദരന് നൽകാതെ കുടുംബ സ്വത്ത് തട്ടിയെടുത്തുന്നു, ആവലാതിക്കാരൻ കേരളത്തിനും സമൂഹത്തിന്റെ പല ഭാഗങ്ങളും അവൻ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് കേസും കാര്യങ്ങളും ഒക്കെ വരാൻ ഇടയായിട്ടുള്ളത്. ആരാണ് വിളിച്ചത്? ഇതൊക്കെയാണ് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ നോക്കിയടാ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ബിഷപ്പിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് പറയുന്നില്ല. പിന്നെ ബിഷപ്പിന് എന്താണ് ഇത്ര കൊള്ളാനുള്ളതെന്ന് പറഞ്ഞില്ല. അതിനേക്കാൾ ഉപരി എന്നെ ചൊടിപ്പിച്ചത് രേണുസുതിയുടെ ഈ ആഹ്ലാദ പ്രകടനം. അപ്പോഴേക്കാളും വയ്യാതൊക്കെ ഇരിക്കുവല്ലേ, ഒരു സന്തോഷം ഇരിക്കട്ടെ, പുള്ളിക്കാരിക്ക് വേണ്ട സന്തോഷമൊക്കെ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അപ്പൊ ഇന്നലെ രേണുസുതി കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. രേണു വാ മോളെ വാ 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 വാ. നല്ല അടിപൊളിയായിട്ട് കുറെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. രേണു കൈകൂപ്പി തൊഴുന്ന ഒരു സംഭവമൊക്കെ 13 ഈ അറസ്റ്റിന് ശേഷം ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് ചിരിച്ചോട്ടെ, ഉള്ളു തുറന്ന് വൈ നോട്ട്, ചിരിക്കൂ ചിരിക്കൂ ചിരിക്കൂ, ചിരിച്ചുകൊണ്ടേയിരിക്കൂ. രേണു ചിരിക്കണം, രേണു ചിരിക്കാതെ ഒന്നും ഇരിക്കരുത് എന്നൊക്കെയാണ്. പിന്നെ എന്റെ രേണുസുതി ആ സന്ദീപിന്റെ ആ ഇത് മാസമായിട്ട് നമ്മുടെ ആരാണ് തങ്കച്ചൻ ചേട്ടൻ പിടിച്ച വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്റെ പൊന്നു രേണു, ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ വൈൻഡപ്പ് ആകുവാണ്. വേലി കടന്ന ഇതിനെ എടുത്ത് നിങ്ങൾ വേണ്ടാത്തടത്ത് വെക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾക്കുള്ളത്. നാളെ ഇതിന്റെ പേരിൽ വന്ന് കാലും കൈയിട്ടടിക്കരുത്. നിങ്ങളെക്കാളും മുന്നേ ഞങ്ങൾ ഇയാളെ ആരാ എന്താന്ന് മനസ്സിലാക്കിയതാണ്. അതിനുപരി നേരെ ഉൾട്ടയടിച്ച് മറുകണ്ഠം ചാടിയപ്പോഴത്തേക്ക് നല്ല വ്യക്തമായിരുന്നു ഇയാൾ ആരാണ്, എന്താണ്, എന്തിന് ഉദ്ദേശത്തിലാണ് എന്നുള്ളത്. അപ്പൊ രേണു ഇനി ഇതിന്റെ പുറകിന് പോവാണെങ്കിൽ നിങ്ങൾ സീരിയസ്ലി നിങ്ങൾ കരയേണ്ടി വരും മോളെ, നിങ്ങൾ ശരിക്കും കരയേണ്ടി വരും. ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ബിഷപ്പിന്റെ വള്ളിയും പിടിച്ച് സൈഡിലോട്ട് പോക്കോട്ടെ, അതിന്റെ ഇടയിൽ ചുക്കാൻ പിടിച്ചോണ്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് രേണു ഒന്ന് ചുമ്മാ ഇരിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്. രേണുവിന് ആരാണ് ഇപ്പോഴും മുതലെടുത്തോണ്ടിരിക്കുന്നത്, ആരാണ് രേണുവിന്റെ കുടുംബത്തെ തകർത്തോണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയൊക്കെ പറയാവുള്ളൂ. ബുദ്ധിയും ബോധമൊന്നും ഇല്ലേ ആർക്കും ഇല്ലേടേ. ഈ രമ്യ ചേച്ചി മുന്നേ എന്നാണ്ട് രേണു ബിഗ് ബോസിൽ പോയ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറെ അധികം പാരകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് നമുക്കറിയാം ആരെയാ ഉദ്ദേശിച്ചെന്നൊക്കെ. ഈ ബിഷപ്പിനെ തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച് അന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത്ര പെട്ടെന്ന് ഇതെല്ലാം അലിഞ്ഞു പോയോ? എടോ, നിങ്ങളെയും നിങ്ങളുടെ എല്ലാരെയും വിറ്റ പൈസ ബിഷപ്പിന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ രേണുവിനുണ്ടായ സംഭവങ്ങൾ ഒരു വീഡിയോയിലൂടെ പുറത്തോട്ട് പറ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കാം, ഇത് പൊളിച്ചടുക്കി കൊടുത്തോളായിരുന്നു. പക്ഷെ അതല്ല, ഇത് എടോ നമ്മള് രണ്ട് വള്ളത്തിൽ നിന്ന് കാലി ചവിട്ടി നിന്ന് തുഴഞ്ഞാണ്ടല്ലോ, വള്ളം രണ്ട് വഴിക്കായി കഴിഞ്ഞാൽ രേണുസുതി നിങ്ങൾ ചിലപ്പോൾ വെള്ളത്തിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെ ചുറ്റിപ്പറ്റി നടന്ന ഓരോ അവസ്ഥകൾ. അപ്പൊ ഈ സംഭവം ഇനി റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. റെക്കോർഡ് ആയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ മുമ്പേ റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. അപ്പം ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ശ്രദ്ധിക്കാം. ബൈ.